കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, പക്ഷേ കണ്ണട വെക്കാനും കോൺടാക്ട് ലെൻസ് വെക്കാനും താല്പര്യമില്ല. സോ എന്താണ് അടുത്ത ഓപ്ഷൻ? ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സർ. കണ്ണുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഈ ലേസിക്. ഇതെന്താണെന്നുള്ളത് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ കണ്ണിനുള്ളിലേക്ക് ഒരു ലൈറ്റ് റേ പാസ് ചെയ്ത് വരുമ്പോൾ ഇതിനെ കൃത്യമായിട്ടും റെറ്റിനയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്തെത്തിക്കണം. അതിനു വേണ്ടിയിട്ട് കണ്ണിന്റെ ഉള്ളിൽ 2 ലെൻസുകളുണ്ട്. ഒന്ന് കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസും, രണ്ടാമത്തത് കണ്ണിന് പുറമെയുള്ള കോർണിയ എന്ന് പറയുന്ന സ്ട്രക്ചർ. നമ്മുടെ കോർണിയയുടെയും ലെൻസിന്റെയും പവറിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുന്ന സമയത്ത് ആ പവർ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കണ്ണട യൂസ് ചെയ്യുന്നത്. ലേസിക് ചെയ്യുന്ന സമയത്ത് കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള കോർണിയ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. കോർണിയ ഇതുപോലെ വളഞ്ഞിരിക്കുന്ന ഒരു ലെൻസാണ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലെൻസ്. സോ ഈ ലെൻസിന്റെ ഈ ഒരു കർവേച്ചർ ഉണ്ടല്ലോ, ഈ കർവേച്ചറിന് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഈ ലെൻസിനെ ഞാൻ ഇങ്ങനെ കുറച്ച് വളയ്ക്കുവാണെങ്കിൽ, ഇങ്ങനെ ബെൻഡ് ചെയ്യിക്കുവാണെങ്കിൽ എൻ്റെ ലൈറ്റ് റേ റെറ്റിനയിൽ വന്ന് ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് എൻ്റെ കണ്ണടയുടെ പവർ ഈ ഒരു കർവേച്ചറിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ലേസർ ഉപയോഗിച്ച് ഈ കോർണിയയുടെ തിക്നെസ്സിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യിക്കാൻ പറ്റും. സോ ഈ പ്രൊസീജിയറാണ് ലേസിക്. ഇനി ആർക്കൊക്കെ ലേസിക് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വേണ്ട ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ദി റിഫ്രാക്റ്റീവ് എറർ ആണ്. അതായത് നിങ്ങളൊരു കണ്ണട യൂസ് ചെയ്യുന്നുണ്ട്, 5-6 മാസം കൂടുമ്പോൾ ഒന്നും ഇതിന്റെ പവർ ചേഞ്ച് ആവുന്നില്ല. നിങ്ങൾ ലെൻസും ഫ്രെയിം ഒക്കെ ചേഞ്ച് ചെയ്തോട്ടെ, പക്ഷേ ഈ പവർ ചേഞ്ച് ആവുന്നില്ല. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ലാസിക് ചെയ്യാം. പക്ഷെ ചില ആളുകൾക്ക് 5-6 മാസം കൂടുമ്പോൾ ഒക്കെ ഇവരുടെ പവർ ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും, ഇത് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ലേസിക് പ്രൊസീജിയർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സാധാരണയായിട്ട് 18 വയസ്സ് കഴിയുമ്പോഴാണ് ലേസിക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന് കാരണം ഈ ടീനേജ് ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ ഹൈറ്റ് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആവുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കണ്ണിലെ റിഫ്രാക്റ്റീവ് എററും ഒന്ന് സ്റ്റേബിൾ ആവും. കോർണിയയുടെ തിക്നെസ് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ മിനിമം ഒരു തിക്നെസ് ആവശ്യമാണ്. അതുപോലെ കെരട്ടോകോണസ്, സിവിയർ ആയിട്ട് ഡ്രൈ ഐ ഉള്ള ആളുകൾ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ളവർ, അതുപോലെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ലാസിക് റെക്കമെൻഡഡ് അല്ല. ലാസിക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.